പത്തനാപുരത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പത്തനാപുരം നമുക്കറിയാം, മന്ത്രി ഗണേഷ് കുമാറിന്റെ തട്ടകമാണ്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലായി ഗണേഷ് കുമാറാണ് പത്തനാപുരത്ത് നിന്ന് വിജയിച്ച് കയറിയിട്ടുള്ളത്. UDF, LDF മന്ത്രിസഭയിൽ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ചില വിവാദങ്ങളിൽ ഗണേഷ് കുമാർ തലവെച്ചിരുന്നു. സ്വന്തം ഭാര്യ ഉന്നയിച്ച ആരോപണം ഏറെ പണിപ്പെട്ടാണ് ഗണേഷ് കുമാർ ഒതുക്കി തീർത്തത്. സ്വന്തം വീട്ടിൽ നിന്നുയർന്ന ആരോപണം ചിരിച്ചു തള്ളിയ ഗണേഷ് കുമാറിനെ പത്തനാപുരത്ത് വെച്ച് അലക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കൊല്ലം ജില്ലയിൽ മത്സരിക്കുന്ന UDF നേതാക്കൾക്ക് വേണ്ടിയാണ് സതീശൻ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനെത്തിയത്. ഇവിടെ ഐഷ പോറ്റി മത്സരിക്കുന്ന കൊട്ടാരക്കരയും ജ്യോതികുമാർ ചാമക്കാല മത്സരിക്കുന്ന പത്തനാപുരത്തുമെല്ലാം വി.ഡി. സതീശൻ എത്തി. പത്തനാപുരത്ത് സംസാരിക്കുന്ന വേളയിലാണ് ഗണേഷ് കുമാറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം എന്ന് സതീശൻ പറഞ്ഞത്. തൊട്ടു പിന്നാലെ തന്നെ തിരുത്തിയ സതീശൻ മറ്റേ കാര്യമല്ല പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും പേടിക്കേണ്ടെന്നും വനിതകളോട് പറഞ്ഞു. ഗണേഷ് കുമാറിനെതിരെ പരാതി ഉയർന്ന സമയത്ത് അന്ന് ഉമ്മൻചാണ്ടി രാജി ചോദിച്ചു വാങ്ങിയത് നമ്മൾ കണ്ടു. ആ പകയിൽ നിന്നാണ് പിന്നീട് സോളാർ വിവാദത്തിന്റെ തിരക്കഥ ഗണേഷ് കുമാറിൽ നിന്നുണ്ടാകുന്നത്. അന്ന് ഗണേഷിനെ പുറത്താക്കണമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ നേതാവാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് വിവാദമുണ്ടായപ്പോൾ അതേ ഗണേഷ് കുമാറിനെ പിന്തുണച്ച പിണറായിയും അത് കുടുംബ വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടി നിസാരവൽക്കരിച്ചെന്നും സതീശൻ പറഞ്ഞു. എന്തായാലും ആ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. ഇതാണ് പരിപാടി. ഈ ഗണേഷ് കുമാറിന്റെ കാര്യം സിമ്പിൾ ആയിട്ടൊരു കാര്യം, ഞാൻ വേറൊന്നും പറയില്ല, മറ്റേലേക്കൊന്നും പോവില്ല. നിങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയില്ല. സ്ത്രീകളൊക്കെ ഇരിക്കുന്നു, പ്രായമായ അമ്മമാരൊക്കെ ഇരിക്കുന്നു, ഞാൻ പറയില്ല. ആന്നും പറയാൻ എന്നെ കിട്ടില്ല, ഞാൻ പറയില്ല. 2013 ഒരു സംഭവം ഉണ്ടായി. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, ആ മന്ത്രിസഭയില് ഗണേഷ് കുമാർ അംഗം അല്ലേ. അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി. ഈ സംഭവം ഉണ്ടായപ്പോ പിണറായി വിജയൻ പറഞ്ഞു ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കണമെന്ന്. ഉമ്മൻചാണ്ടി ചവിട്ടിയൊന്നും പുറത്താക്കിയില്ല, അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളല്ല. വിളിച്ചു വരുത്തിയ രാജിവെപ്പിച്ചു. ഇപ്പോൾ ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാം, തൊട്ടടുത്താണ്. അതിനേക്കാൾ രൂക്ഷമായ സംഭവം ഉണ്ടായി. അപ്പൊ ആരാ മുഖ്യമന്ത്രി? പിണറായി വിജയൻ. ചവിട്ടി പുറത്താക്കിയ പുള്ളി പറയ കുടുംബ പ്രശ്നമൊന്നും. ഇയാളെ ഇരട്ട ചങ്കണ്ണൻ എന്നാണ് വിളിക്കുന്നത്, ഇരട്ട താപ്പൻ എന്നാണ് വിളിക്കുന്നത്. ഇരട്ട താപ്പൻ, ഇനി ആ പേര് വിളിച്ചാൽ ഇരട്ട താപ്പാണ്. അന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലുണ്ട് ഈ ഗണേഷ് കുമാറിനെ പറ്റി. എന്താണെന്നറിയോ? ഇവനെയൊക്കെ ചുമന്നുകൊണ്ട് കടലിലിട്ടാലും കടലും അലിയുമ സ്വാമി. ദേശാഭിമാനി എഴുതി വെച്ചാണ്, എന്റെ കയ്യിലുണ്ട് എഡിറ്റോറിയൽ അന്നത്തെ. അപ്പൊ അന്ന് UDF-ലായതുകൊണ്ട് കടലിൽ കൊണ്ടുപോയിട്ട കടലിൽ നാറും. LDF-ലിട്ടാല കേരളം മുഴുവൻ നാറിക്കൊണ്ടിരിക്കുക. അത്രയുള്ള സംഭവം. ഇവര് പറഞ്ഞതാണ്, ഇവരുടെ വാക്കാണ്. ഇവരുടെ, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവരുടെ വാക്കിന് യാതൊരു വിലയില്ല, ഒരു വിലയില്ല. പിണറായി വിജയന്റെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയല്ല. ചാക്കിന് കുറച്ചുകൂടി വിലയുണ്ട്. ഇപ്പൊ ചാക്ക് കൊണ്ട് പല ആവശ്യമുണ്ട്, അതാണ് തെറ്റിദ്ധരിക്കുന്നത്. പഴയ ചാക്കിന്റെ വില പോലും ഇല്ലാന്ന് എന്തൊക്കെയാണ് പറയുന്നത്? പണ്ട് പറഞ്ഞതൊക്കെ മറന്നുപോയില്ലേ? പണ്ട് പറഞ്ഞതൊക്കെ പോയി, ഇപ്പോ എല്ലാം പറയാ.